സുഹൃത്തുക്കളെ, റിൻസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു മെയിൻ്റനൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നേരിയ രീതിയിൽ ഷോക്കും പിന്നെ ബ്രേക്കർ നിൽക്കുന്നില്ല എന്നൊരു കംപ്ലയിൻ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിലെ മൊത്തം വെള്ളം ഞങ്ങൾ ആദ്യം കാലിയാക്കി. എന്നിട്ട് ഞങ്ങൾ ആദ്യം ഈ ലൈറ്റുകൾ ഒന്ന് ഓണാക്കി നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടു ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഫസ്റ്റ് നമ്മൾ കണ്ട കംപ്ലയിൻ്റ് അതിൽ. അപ്പോൾ ഈ ലൈറ്റ് ഞങ്ങൾ അഴിച്ച് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഫുള്ള് വെള്ളവും പിന്നെ ഒരു കേബിൾ ഇട്ടിട്ട് ആ കേബിള് കണക്ഷൻ കൊടുക്കാതെ ന്യൂട്രൽ മാത്രം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഗ്ലാസ്സിൽ വെള്ളം. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കണ്ടോ, എന്താണോ ഒരു ഇലക്ട്രീഷ്യൻ ചെയ്യാൻ പാടാതെ അതാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു കേബിൾ നേക്കഡാക്കി ഇട്ടിട്ട് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പൈപ്പ് വരുന്ന ഭാഗം സീൽ ചെയ്യണം, അല്ലെങ്കിൽ ഈ വെള്ളം മൊത്തം ഇലക്ട്രിക് പൈപ്പിലൂടെ ഉള്ളിലോട്ട് കയറും. അപ്പോൾ ഇതിൽ ഫേസ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല, ന്യൂട്രൽ കട്ട് ചെയ്തിട്ടുണ്ടായില്ല, ഫേസ് മാത്രമാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ആ കേബിൾ ഊരി മാറ്റിയിട്ട് ആ പൈപ്പ് വാക്കം ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ വയർ ഇടുകയാണ് ചെയ്തത്. ഇതിൽ ഈ ലൈറ്റുകൾ നമ്മൾ ഒന്ന് ഷെയ്ക്ക് നോക്കുമ്പോൾ അതിൽ ഫുള്ള് വെള്ളം. ഇതാണ് ഈ നേരിയ ഷോക്കിനുള്ള കാരണം. ഈ രണ്ട് കാരണങ്ങളാണ് ഈ പൂളിൽ വന്നിരിക്കുന്നത്. ഒന്ന്, അശ്രദ്ധമായി ചെയ്ത പണിയാണ്. നമ്മൾ ഇലക്ട്രീഷ്യന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളമൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ കൃത്യമായി സീൽ ചെയ്ത് ചെയ്യണം. ഇതിൽ ഈ ലൈറ്റ് വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഈ പൂളിൻ്റെ ലൈറ്റിനൊക്കെ ഫേസ് ന്യൂട്രൽ മാർക്കിംഗ് ഉണ്ടാവും. അത് അതേപോലെ തന്നെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. പൊളാരിറ്റി മാറ്റി കണക്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ ഉള്ളിൽ ചെറിയ SMPs വരുന്നതിന് നമുക്ക് അതേ പൊളാരിറ്റി തന്നെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് തികച്ചും തുടക്കക്കാർക്ക് മാത്രമാണ്. നമ്മളൊരു വാട്ടർ ലൈനിൽ ഒരു വാട്ടർ സർവീസിൽ വരുന്ന ഭാഗത്ത് നമ്മൾ വയർ കണക്ഷൻ കൊടുക്കുമ്പോൾ വാട്ടർ സീൽ ടേപ്പ് മാക്സിമം ഉപയോഗിക്കുക. വാട്ടർ സീൽ ടേപ്പ് കൊടുക്കാതെ വെള്ളം വരുന്ന ഭാഗത്തുള്ള വയറിങ്ങുകൾ നമ്മൾ ഒരു കാരണത്താൽ ലൈറ്റ് ഒന്നും ഫിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം വാട്ടർ സീൽ കൊണ്ട് കേബിളൊക്കെ നല്ലപോലെ ജോയിൻ്റൊക്കെ സീൽ ചെയ്യുക. അപ്പോൾ ഈ സ്പെഷ്യലായിട്ട് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് വയറിംഗ് ഒക്കെ പഠിച്ച് പണിക്കിറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ ഇൻസുലേഷൻ ടേപ്പൊക്കെ നല്ലപോലെ 2 റൗണ്ട് 3 റൗണ്ട് തന്നെ ചുറ്റി കൃത്യമായിട്ട് വെക്കാൻ ശ്രമിക്കണം.
ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ആദ്യമായിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ലൈറ്റ് ഫിറ്റിങ്സൊക്കെ വെക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.